അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അത്താണിയാണല്ലോ. ഖുർആന്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും നമുക്ക് വലിയ പ്രതിഫലവും പ്രയോജനവും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നും പരിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു സൂറത്ത് നമുക്ക് പഠിക്കാം. അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള കാവൽ ലഭിക്കാൻ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ, നാളെ മഹ്ശറിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാൻ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങിയ വലിയൊരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. കേവലം 5 ആയത്തുകളെ ഉള്ളൂ എങ്കിലും ആ 5 ആയത്തുകൾക്കുള്ളിൽ വലിയ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ആരെങ്കിലും ഒരാൾ മൻ ഖറഅഹ സൂറത്തുൽ ഫീൽ നിരന്തരം പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ, ഈ അലം തറ കൈഫ ഫഅല എന്ന സൂറത്ത് നിരന്തരം ഓതുന്ന ആളാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ ദുനിയാവിന്റെ ജീവിതത്തിൽ, അയാൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, ആഖിറത്തിൽ പിന്നെ അല്ലാഹു സ്പെഷ്യൽ വേറെ, ഇപ്പോൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു അയാളെ കാത്തുരക്ഷിക്കുന്നതാണ് മിനൽ മസ്ഖി വൽ കദ്ഫി വൽ ആഫാത്തി. മസ്ഖ് എന്താണ്? ഭൂമി വിഴുങ്ങിക്കളയുക, അതായത് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുക, ഭൂമിയുടെ അടിയിലേക്ക് പോകേണ്ട അവസ്ഥ വരിക അല്ലെ, അതിൽ നിന്നും, അതുപോലെ തന്നെ കല്ലുമഴ പെയ്യുന്നതിൽ നിന്നും, അതുപോലെ അപകടങ്ങൾ ഇറങ്ങുന്നതിൽ നിന്നും, കോലം മറിക്കുന്നതിൽ നിന്നും, ദുനിയാവിലെ മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ ഈ ഒരു സൂറത്തുൽ ഫീല് പതിവാക്കുക എന്നുള്ളത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഫർദ് നിസ്കാരത്തിൽ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഫർദ് നിസ്കാരത്തിൽ ഓതുന്ന ആളാണെങ്കിൽ ഷഹീദ ലഹു യൗമൽ ഖിയാമത്തി കുല്ല സഹലിൻ വജബലിൻ വമദരിൻ ബിഅന്നഹു കാന മിനൽ മുസല്ലീൻ. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ലോകത്തുള്ള സർവ്വ കല്ലുകളും അതുപോലെ തന്നെ സർവ്വ പർവ്വതങ്ങളും ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവെ ഇവൻ മുസല്ലീൻ, അതായത് നിസ്കരിക്കുന്ന ആളാണ് എന്ന് സാക്ഷി നിൽക്കുന്നതാണ്. അള്ളാഹ് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് നാളെ മഹ്ശറിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തും വന്നു നിന്നുകൊണ്ട് ഈ കല്ലുകളും ഈ പർവ്വതങ്ങളും ഒക്കെ സാക്ഷി നിൽക്കും. അള്ളാഹുവെ ഈ വ്യക്തി നിസ്കരിക്കുന്ന ആളാണ് എന്ന് സാക്ഷി നിൽക്കും. ഇനിയും പറയുന്നുണ്ട് വയുനാദി ലഹു യൗമൽ ഖിയാമത്തി മുനാദിൻ സ്വദഖതഹു അലാ അബ്ദി. അല്ലാഹ് ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് എന്ന് മഹ്ശറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയപ്പെടും. പർവ്വതങ്ങളും കല്ലുകളും ഒക്കെ സാക്ഷി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ഇങ്ങനെ വിളിച്ചു പറയും, അവിടെ നിന്ന് ആരൊക്കെയോ അള്ളാഹു ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ്, കല്ലുകളും പർവ്വതങ്ങളും പറഞ്ഞത് സത്യമാണ്, ഇയാൾ നിസ്കാരക്കാരനായിരുന്നു, ഇയാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു എന്ന് ഇങ്ങനെ വിളിച്ചു പറയും. എന്തൊരു അന്തസ് ഉണ്ടാവും അയാൾക്ക് അവിടെ നിൽക്കാൻ. നോക്കാൻ ആലോചിച്ച് നോക്കി, എന്തൊരു അഭിമാനം ഉണ്ടാവും അവിടെ നിൽക്കാൻ. അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹ് പറയുന്നത് ഖബിൽതു ഷഹാദതുകും ലഹു അലൈഹി, ഞാൻ ആ ശുപാർശ സ്വീകരിച്ചു, ഞാൻ ഈ പറഞ്ഞത് അംഗീകരിച്ചു, ഈ മനുഷ്യൻ നിസ്കാരക്കാരനാണ് എന്ന് ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു. അത് ഖിലൂഹുൽ ജന്ന വലാ തുഹാസിബു, ഈ മനുഷ്യൻ എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് നിങ്ങൾ കടത്തിക്കൊള്ളുക, ഇയാളെ ഇനി വിചാരണ ചെയ്യാൻ നിൽക്കണ്ട. അള്ളാഹു അത്തരത്തിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ഭാഗ്യമാണത്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുക. മോദിയാലോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. صدق الله العظيم.